ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രജിതാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഒരു ഫാബ്രിക് പെയിൻറ്റ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വീഡിയോൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ തന്നെയാണിത്. പാർട്ട് 3 ആണ്. ഒരു വയസ്സായ കുട്ടിക്കുള്ള ലോങ് സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും കട്ടിംഗ് വീഡിയോ ആണ് പാർട്ട് 1. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് പാർട്ട് 2. കഴിഞ്ഞ 2 വീഡിയോകളും കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പെയിൻറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ ഒരു എക്സ്റേ ഷീറ്റോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബുക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ അടിയിൽ വെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കട്ടി കുറഞ്ഞ തുണിയൊക്കെ ആണെങ്കിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ന്യൂസ് പേപ്പറിലുള്ള ബ്ലാക്ക് ഇങ്ക് ചിലപ്പോൾ നമ്മുടെ പെയിൻറ്റിലേക്ക് പടരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ പേപ്പർ ഇളക്കി എടുക്കുമ്പോൾ പേപ്പർ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. പ്ലാസ്റ്റിക് ഷീറ്റ് ആകുമ്പോൾ നമുക്ക് ഇളക്കി എടുക്കാനും എളുപ്പമായിരിക്കും. ഞാനിവിടെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്ലവറിൻ്റെ പിക്ചറാണ് വരച്ചു കൊടുക്കുന്നത്. ഈസി ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. അതുകൊണ്ട് സാധാരണ തുണിയിലൊക്കെ വരയ്ക്കുന്ന ചോക്ക് ഉപയോഗിച്ചിട്ട് നേരിട്ടങ്ങ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പേപ്പറിൽ ഡിസൈൻ വരച്ചതിന് ശേഷം ഇതുപോലുള്ള കാർബൺ പേപ്പറിൻ്റെ മുകളിൽ പിക്ചർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒരു പെൻസിൽ ഉപയോഗിച്ച് ഡാർക്കായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ആ പിക്ചർ തുണിയിൽ പതിയുന്നതായിരിക്കും. ഇങ്ങനെ വരച്ചെടുക്കാം. ഇതുപോലുള്ള യെല്ലോയോ വൈറ്റോ കാർബൺ പേപ്പർ ഉപയോഗിക്കാം. ബ്ലാക്കും ബ്ലൂ ഒന്നും ഉപയോഗിക്കരുത്. അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ പെയിൻറ്റിലേക്ക് ആ കളറെല്ലാം കലർന്ന് വരും. പിക്ചർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്യാം. ആദ്യം ലൈറ്റ് കളറിലാണ് കൊടുക്കുന്നത്. അതിനായിട്ട് റെഡും വൈറ്റും ഇവിടെ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ലൈറ്റ് കളറിലാക്കിയിട്ടാണ് ആദ്യം പെയിൻറ്റ് ചെയ്യുന്നത്. ഈ ഫ്ലവർ ഫുള്ളായിട്ടും 2 മൊട്ടിനും ഈ കളർ കൊടുക്കാം. ഇനി റെഡ് കളർ എടുത്ത് പൂവിൻ്റെ നടുക്ക് ഭാഗത്ത് മാത്രമായിട്ട് ഇതുപോലെ ഇങ്ങനെ ലൈൻ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഈ 2 മൊട്ടിൻ്റെയും താഴെ ഭാഗത്ത് മാത്രം ഇതുപോലെ തന്നെ ഇങ്ങനെ റെഡ് ചെയ്ത് കൊടുക്കാം. ഇനി റെഡിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത് ഓരോ പെറ്റലിൻ്റെയും സൈഡ് ഭാഗം മാത്രം ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം റെഡ് ചെയ്ത ഭാഗത്തും നടുക്ക് ഭാഗത്തായിട്ടും ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള റെഡ് മൂടി പോവരുത്. അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പെറ്റൽസ് ഫുള്ളായിട്ട് ചെയ്യേണ്ട, പകുതി വരെ ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇനി ലീഫിന് ഡാർക്ക് ഗ്രീൻ കൊടുക്കാം. നടുക്ക് ഭാഗത്ത് മാത്രം ചെയ്യേണ്ട, അവിടെ കുറച്ച് ഭാഗം വിട്ടിട്ട് ബാക്കി ഫുള്ളായിട്ട് ഡാർക്ക് ഗ്രീൻ കൊടുക്കാം. ഇനി തണ്ടിനും കൂടി കൊടുക്കാം. ഈ മൊട്ടിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. പൂവിൻ്റെ നടുക്ക് യെല്ലോ കളർ ചെയ്ത് കൊടുക്കാം. ഇനി ലീഫിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് യെല്ലോ ചെയ്ത് കൊടുക്കാം. യെല്ലോ ഇങ്ങനെ ചെയ്തിട്ട് ഡാർക്ക് ഗ്രീനുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഗ്രീൻ അധികം ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ യെല്ലോ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി വൈറ്റ് പെയിൻറ്റ് കൊണ്ട് ഇതുപോലെ മൊട്ടിലും ഫ്ലവറിലും ഇങ്ങനെ വരച്ചു കൊടുക്കാം. ചെറിയ ലൈൻ ഇട്ട് കൊടുക്കാം. ചെറിയൊരു പോയിൻറ്റ് ബ്രഷ് കൊണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ലീഫിലും വൈറ്റ് പെയിൻറ്റ് കൊണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി ബ്ലാക്ക് കളർ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഫ്ലവറിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന ഭാഗത്തുള്ള ലീഫിൽ ജസ്റ്റ് ഒരു സൈഡിലായിട്ട് ബ്ലാക്ക് കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുക. പിന്നെ ഫ്ലവറിൻ്റെ ലീഫ് വരുന്ന ഭാഗത്തുള്ള പെറ്റൽസിലും ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഫ്ലവറിൻ്റെ ഡാർക്ക് കളർ കൊടുത്തിട്ടുള്ള ഭാഗവും ലീഫിൻ്റെ ഡാർക്ക് ഗ്രീൻ കളറും ഒന്നിച്ച് വരുന്ന ഭാഗത്ത് ഒന്ന് വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് വെച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾ നോക്കിയിട്ട് എവിടെയാണെന്ന് നോക്കിയിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ വൈറ്റ് പെയിൻറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ വളച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. മൊട്ടിലും ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ യെല്ലോ കളറ് ചെയ്ത് കൊടുക്കാം. 5 കളർ ഉപയോഗിച്ചിട്ടാണ് ഈ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ലൈറ്റ് പിങ്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. വൈറ്റും റെഡും കൂടി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവർക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാമെന്നും കൂടി കാണിച്ചതാണ് വീഡിയോയിൽ. ലീഫിനും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ നടുക്ക് കൊടുത്തിട്ട് സൈഡിലായിട്ട് ഡാർക്ക് ഗ്രീൻ കൊടുത്താലും മതി. യെല്ലോ ചെയ്തതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് റെഡ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഈ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഫാബ്രിക് പെയിൻറ്റിങ്സ് വീഡിയോ ഇനിയും ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവരും ചെയ്തു നോക്കുക. ഈ ഒരു ഫ്ലവർ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളൊരു ഫ്ലവർ വരച്ചിട്ട് ഈ ഒരു രീതിയിൽ കളർ ചെയ്ത് നോക്കാം. ഇതുപോലെ ഷെയ്ഡ് കൊടുത്ത് കളർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.